അതർ ടാലൻസ് റൗണ്ടിൽ അടുത്തതായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു അനൂപ്. ഈ ഒരു ചാക്യാറായിട്ടുള്ള വരവ് വളരെ നന്നായിട്ടുണ്ട്. ശരിക്കും പഠിച്ചിട്ടുണ്ടോ? കുറച്ച് കാലമായി, 15 കൊല്ലമായി. അപ്പൊ ഇപ്പൊ പതുക്കെ ഒരു പൊടിയൊക്കെ തട്ടി എടുക്കുമായിരുന്നു. എങ്കിലോ പണ്ട് ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പരമഭക്തയായിരിക്കുന്ന പാഞ്ചാലിയുടെ സ്വയംവരത്തിനായിക്കൊണ്ട് ആഗതന്മാരായിരിക്കുന്ന രാജാക്കന്മാർ വില്ലെടുക്കുന്നതിൽ പരാജിതന്മാരായതിൻ്റെ ശേഷം മധ്യമ പാണ്ഡവനായിരിക്കുന്ന അർജുനൻ വില്ലെടുപ്പാനായിക്കൊണ്ട് ആരംഭിപ്പൂതം ചെയ്തു. ആയത് എപ്രകാരമാവുന്നത്: പ്രദക്ഷണീകൃത്യ തതഃ പ്രണമ്യ കോദണ്ഡമദായ സവ്യസാചി ഉദാഞ്ജയൽ പഞ്ചഷവാരമേനം ആരോപയാമാസ ബലീസലീലം. തഥാ സവ്യസാചി കോദണ്ഡം പ്രദക്ഷണീകൃത്യ. തദനന്തരം സവ്യസാചി കോദണ്ഡത്തെ പ്രദക്ഷിണം വെച്ചു. അതിനുശേഷം സവ്യസാചി ആ അർജുനൻ വില്ലിനെ പ്രദക്ഷിണം വെച്ചു. ഏതിന് ശേഷമാണ് എന്നാണെങ്കിൽ പാഞ്ചാല മഹാരാജാവ് തൻ്റെ പുത്രിയായിരിക്കുന്ന പാഞ്ചാലിയുടെ വിവാഹം വീരപരീക്ഷയായിട്ട് നടത്താൻ നിശ്ചയിക്കുകയാണ് ഉണ്ടായത്. വിവാഹം വീരപരീക്ഷയായിട്ട് നിശ്ചയിക്കേ? ആ അതെ, ഖേമായി. എന്താ അത്? എന്തെങ്കിലും ഒരു കാര്യത്തിന് പരീക്ഷ കൂടാതെ കണ്ടുണ്ടായിരുന്നെങ്കിൽ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതും പരീക്ഷ നടത്തി തീരുമാനിക്കുക എന്നുള്ളതായിട്ടുണ്ട്. എന്താ, ബാക്കി സകലതും പരീക്ഷ നടത്തി തീരുമാനിക്കാനായിട്ടുണ്ട്. എന്താ, ഇപ്പോൾ ഇത് തന്നെ ഒരു പരീക്ഷയാണ്. എന്നാലും വിവാഹത്തിന് പരീക്ഷ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഓ, വിവാഹമൊക്കെ കഴിഞ്ഞ ആളല്ലേ? എങ്ങനെയാ പരീക്ഷയൊക്കെ നടത്തി അങ്ങനെയാണോ വിവാഹം ഉണ്ടായത്? ഇല്ല, അങ്ങനെ പറഞ്ഞ് കേൾക്കുണ്ടായിട്ടില്ല. എന്നാൽ ഇവിടെ എന്താണ് അങ്ങനെ ഒരു വീരപരീക്ഷ നടത്താൻ കാരണം എന്നാണെങ്കിൽ സ്വതേ ഈ കന്യക പാഞ്ചാലി അർജുനന് വേണ്ടിയിട്ടുള്ളതാണ്. എന്നാൽ പാണ്ഡവന്മാർ മുഴുവൻ അരക്കില്ലത്തിൽപ്പെട്ട് സിദ്ധി കൂടി എന്ന് കേട്ടതിന് ശേഷം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയുണ്ടായത്. അങ്ങനെ ആ രാജാക്കന്മാർ, ആ സകല രാജാക്കന്മാരെയും പാഞ്ചാല രാജാവ് ക്ഷണിക്കുകയുണ്ടായി. അങ്ങനെ ആ രാജാക്കന്മാർ മുഴുവൻ അവിടെ എത്തിച്ചേരുകയും പരാജിതരായി മടങ്ങുകയാണ് ഉണ്ടായത്. അതിനുശേഷം ആ ബ്രാഹ്മണരുടെ ഇടയിൽ നിന്ന് ബ്രാഹ്മണരുടെ നിർബന്ധപ്രകാരം ആ ബ്രാഹ്മണ വേഷധാരിയായിരിക്കുന്ന അർജുനൻ വില്ലെടുക്കാനായിട്ട് പുറപ്പെട്ടു. വില്ലെടുക്കാനായിട്ട് പുറപ്പെട്ട് ആദ്യം ചെയ്യുണ്ടായത് കോദണ്ഡം പ്രദക്ഷണീകൃത്യ ആ വില്ലിനെ ഭംഗിയായിട്ട് അങ്ങോട്ട് പ്രദക്ഷിണം വെച്ചു. ഇത് കണ്ടപ്പോൾ ബ്രാഹ്മണർക്ക് സന്തോഷമായി. ഏയ് ദാ കണ്ടില്ലേ, സുന്ദര ബ്രാഹ്മണൻ വില്ലിനെ പ്രദക്ഷിണം വെക്കണു, നമുക്കും പ്രദക്ഷിണം വയ്ക്കുക എന്ന് പറഞ്ഞ് അവരും പ്രദക്ഷിണം വയ്ക്കാൻ തുടങ്ങി. അർജുനൻ ഇതൊന്നും ശ്രദ്ധിക്കണില്ല. അർജുനൻ അങ്ങനെ പ്രദക്ഷിണം വെച്ചു എന്ന് തന്നെയല്ല, അതിന് ശേഷം പ്രണമ്യ ആ വില്ലിനെ ഭംഗിയായിട്ട് അങ്ങോട്ട് നമസ്കരിച്ചു. നമസ്കരിക്കണം കണ്ടപ്പോൾ ബ്രാഹ്മണർക്ക് വീണ്ടും സന്തോഷമായി. ഏയ് ദാ സുന്ദര ബ്രാഹ്മണൻ ദാ വില്ലിനെ നമസ്കരിക്കണു, നമുക്കും വേണ്ടോ നമസ്കാരം? നമുക്ക് നമസ്കരിക്കണമെങ്കിൽ അങ്ങനെ അങ്ങോട്ട് നമസ്കരിക്കാൻ പറ്റൂ, മന്ത്രമൊന്നും ഇല്ലാണ്ട്. ആ എന്നാ ഒരു മന്ത്രം ഞാനങ്ങോട്ട് പറയാം. ജരാസന്ധന്റെ പല്ല് കളഞ്ഞ വില്ലായ നമ. ഇതിപ്പോ ഒരു മന്ത്ര? ഇതൊക്കെ മതി. ഇപ്പൊ തന്ത്രിമാർക്ക് പോലും മന്ത്രം നിശ്ചയില്ല എന്നായിട്ടുണ്ട്. വേണമെങ്കിൽ നമസ്കരിച്ചോളാം പറഞ്ഞ് ബ്രാഹ്മണരെല്ലാവരും നമസ്കരിക്കാൻ തുടങ്ങി. അർജുനൻ അതൊന്നും ശ്രദ്ധിക്കണില്ല. അങ്ങനെ നമസ്കരിച്ചതിന് ശേഷം കോദണ്ഡം ആദായ ആ വില്ലിനെ കട്ടന്നങ്ങനെ എടുത്തതിന് ശേഷം 5-6 തവണ മേൽപോട്ടേക്ക് എറിഞ്ഞു പിടിച്ചു.
അതിനുശേഷം ആ വില്ലിൻ്റെ കട നിലത്തേക്ക് അങ്ങോട്ട് കുത്തി തല വളച്ച് ഞാൻ കൂട്ടി കെട്ടുകയും ചെയ്തു. എന്നാൽ അർജുനൻ വളരെ വിഷമിച്ചു ഇത് ചെയ്യാൻ അല്ലേ. എന്നാണെങ്കിൽ സലീലമാകും വണ്ണമാണ് ഉണ്ടായത്. ഒരു ക്രീഡ പോലെ ഉണ്ടായുള്ളൂ. യാതൊരു വൈഷമ്യവും കൂടാതെ അർജുനൻ ആ കട നിലത്തങ്ങോട്ട് കുത്തി തല വളച്ച് ഞാൻ കൂട്ടി അങ്ങോട്ട് കെട്ടി. അതിനുശേഷം ആ രംഗപ്രദേശത്തിൽ വെച്ചിരുന്ന 5 ശരങ്ങളെടുത്ത് ലാക്കിനെ ലക്ഷ്യമാക്കി ചെവി മുറുകെ പിടിച്ച് ആ ലാക്ക് ഛേദിച്ച് പാഞ്ചാലിയെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഇങ്ങനെ യാതൊരു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പരമഭക്തനായിരിക്കുന്ന അർജുനനോ പാഞ്ചാലിയെ വിവാഹം കഴിച്ച് അയവിടെ വർത്തിച്ചത് അപ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ. അസലായിട്ടോ. വേഷവിധാനം അസലായിട്ടുണ്ട്, മേക്കപ്പ് നന്നായിട്ടുണ്ട്, നന്നായിട്ട് പെർഫോം ചെയ്തു. ഞങ്ങളെല്ലാവരും അസലായിട്ട് എൻജോയ് ചെയ്തു. ഐ thoroughly enjoyed it. ഇന്ത്യയിൽ തന്നെ അവശേഷിക്കുന്ന ഏക സംസ്കൃത നാടകത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇതാണ് ചാക്യാർകൂത്ത് എന്ന് പറയുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടൻ എന്ന് പറയുന്നത് വെറുതെ രംഗത്ത് കയറി അഭിനയിച്ചു തുടങ്ങേണ്ട ഒരാളല്ലെന്നും വളരെ ചെറിയ പ്രായം മുതൽ ട്രെയിൻ ചെയ്ത് 6 7 വയസ്സ് മുതൽ ട്രെയിൻ ചെയ്ത് 42 വയസ്സാകുമ്പോൾ ചെറിയ റോള് കൊടുത്തിട്ടാണ് ചാക്യാന്മാരും അന്നത്തെ നടന്മാരും ഭാരതീയ സങ്കല്പം അനുസരിച്ചിട്ട്, നാട്യശാസ്ത്ര സങ്കല്പം അനുസരിച്ചിട്ട് ഉണ്ടായിരുന്നത് ഇന്നും നിലനിൽക്കുന്നത്. കേരളത്തിൽ മാത്രമേ ഉള്ളൂ ലോകത്ത്. അപ്പോൾ അത്തരം ഒരു ആർട്ട് ഫോമിലേക്ക് ചെറുപ്പത്തിലേ പോകാൻ തോന്നിയത് വലിയ കാര്യം. അത് വീണ്ടും ഇവിടെ ചെയ്യാൻ തോന്നിയത് വലിയ കാര്യം. സോ താങ്ക് യു ഫോർ ദ എഫേർട്ട്. താങ്ക് യു. വളരെ നന്നായിരുന്നു. അതിൽ റെൻഡറിങ് ഒക്കെ ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. വളരെ നന്നായിരുന്നു. അതിൻ്റെ ആ വേഷവിധാനം, മേക്കപ്പ്, പിന്നെ അതുപോലെ തന്നെ മിഴാവ് കൊട്ടിയ അദ്ദേഹത്തിനും അപ്രീസിയേഷൻ വളരെ നന്നായിരുന്നു.